കുറ്റം ചെയ്തിട്ട് ഞാനായാലും നിങ്ങളാണെങ്കിലും ബോബി എന്തായാലും ബോബി ചെമ്മണ്ണൂർ നിയമത്തിന് വിധേയപ്പെടുന്ന ഒരു ആളാണെന്നുള്ളത് മനസ്സിലായില്ലേ? അത് കീഴടങ്ങാൻ പോലീസ് കണ്ണ് തുറക്കലാണ് ശരിക്ക്. എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മൂല്യങ്ങളുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ മൂല്യം നടിയെ ആക്രമിച്ച കേസില് നിയമം നടനെതിരെ ശിക്ഷ മേടിച്ചു കൊടുത്തു നിയമത്തില്. അപ്പോൾ അന്നേരം ജനങ്ങളെല്ലാവരും നടിയുടെ ഒപ്പമാണ് ഇരുന്നത്, സഹകരിച്ചത്. ഇപ്പോൾ അതേപോലെ ഒരു വാക്കിന്റെ ഒരു കാര്യത്തിൽ ഒരു നടിയുടെ ഒപ്പം സ്ത്രീകൾ നിൽക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിനെന്താണ് രണ്ട് തരത്തിലുള്ള ഒരു അഭിപ്രായം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തോന്നുന്നു. മനസ്സിലായില്ല. അതൊക്കെ വേറെ ഞങ്ങളിപ്പോ രണ്ട് സ്ത്രീകൾ തന്നെയല്ലേ? അതെ, ആ രണ്ട് പ്രശ്നം രണ്ടല്ലേ? രണ്ട് പ്രശ്നം തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട്, ഒരുപാട് വ്യത്യാസങ്ങളില്ലേ? രണ്ട് പ്രശ്നം പീഡിപ്പിക്കപ്പെട്ടു, ഒന്ന് അപമാനിക്കപ്പെട്ടു. ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി അത്രയും വലിയ ട്രോമ സംഭവിച്ചിട്ടും അന്ന് റിയാക്ട് ചെയ്തത് നിങ്ങൾ അറിഞ്ഞിരുന്നോ? അന്ന് റിയാക്ട് ചെയ്തിരുന്നു. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് റിയാക്ട് ചെയ്യാൻ എത്രയോ അവസരങ്ങൾ കിട്ടിയിരുന്നു. അപ്പോഴും ബോബി സാറ് ചെയ്തത് ശരിയാണെന്നൊന്നും അല്ല പറയുന്നത്. അത് നിയമത്തിന് മുന്നിൽ വന്നു. അദ്ദേഹം അത് മനസ്സിലാക്കേണ്ട ഒരാൾ തന്നെയാണ്. അത് മനസ്സിലാക്കിയിട്ടുണ്ട്. കസ്റ്റഡിയിലാകുന്നതിന് മുന്നേ തന്നെ ചാനലിൽ വന്ന സമയത്തും അദ്ദേഹം പറഞ്ഞിരുന്നു, ഇത് ഒന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമൊന്നുമല്ല. അപ്പം ഞങ്ങൾ ഒരു മാസം മുന്നേ അദ്ദേഹമായിട്ട് അടുത്ത് ഇടപഴകാനായിട്ട് ഞങ്ങൾക്കൊരു 10-75ഓളം സ്ത്രീകൾക്ക്, അതിനകത്ത് അമ്മമാരുണ്ട്, ഒരുപാട് ഒരു 25 വയസ്സിനും 65 വയസ്സിനും ഇടയിലുള്ള ഒരുപാട് സ്ത്രീകളുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു ക്യാമ്പിൽ ഒരുമിച്ച് പങ്കെടുത്ത സമയത്ത് ഒരു മാന്യത വിട്ട ഒരു പ്രതികരണം ഞങ്ങളോട് നടത്തിയൊരു വ്യക്തിയല്ല അദ്ദേഹം. മാത്രമല്ല ഞങ്ങൾക്ക് തരേണ്ട നല്ല കെയറും സപ്പോർട്ടും തന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് അങ്ങനെയുള്ള ബോബി സാറിനെയാണ് അറിയുള്ളൂ. അപ്പോഴും പറയുന്നു, ഈ മീഡിയകളുടെ നിലവാരം കുറഞ്ഞ ഈ അഭിമുഖങ്ങൾക്കൊക്കെ ഇരുന്ന് കൊടുക്കാതിരിക്കുക എന്നൊരു കണ്ണ് തുറക്കലാണ് ശരിക്ക്. എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മൂല്യങ്ങളുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ മൂല്യം നശിച്ചു പോവാതിരിക്കാനുള്ള ഇടങ്ങളിലേക്ക് അദ്ദേഹം ഇനി ചെന്നെത്താതിരിക്കുക, ഒരു വിധം അന്തസ്സുള്ള സ്ഥലങ്ങളിലൊക്കെ മാത്രം റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ വന്നു നിൽക്കുന്ന എല്ലാ ഞാഞ്ഞൂലുകളുടെ മുമ്പിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഒരു ദോഷമില്ലാത്ത രീതിയിൽ സ്വതസിദ്ധമായ ശൈലിയിൽ എന്തെങ്കിലുമൊക്കെ പറയും. പിന്നെ അതിങ്ങനെ ഷെയർ ചെയ്ത് റീച്ച് ഉണ്ടാക്കണം, കാശുണ്ടാക്കണം. അത് മാത്രം ഇവിടെ സംഭവിച്ചു. എന്തോ ആളെ അകത്താക്കിയത് തെറ്റായിട്ടല്ല എന്നാണ് പറയുന്നത്. അല്ലല്ലോ, അങ്ങനെ പറഞ്ഞില്ലല്ലോ. കുറ്റം ചെയ്തിട്ട് ഞാനായാലും നിങ്ങളാണെങ്കിലും ബോബി എന്തായാലും ബോബി ചെമ്മണ്ണൂർ നിയമത്തിന് വിധേയപ്പെടുന്ന ഒരു ആളാണെന്നുള്ളത് മനസ്സിലായില്ലേ? അതാണ്. വിധേയപ്പെടുന്ന ആളായിട്ടല്ല, അത് പോലീസ് അകത്താക്കിയതാണ്. വിധേയപ്പെട്ടില്ലെങ്കിലും അകത്ത് പോകേണ്ടത് അകത്ത് പോകും. അതെങ്ങനെ അകത്താക്കിയതാ? അത് കീഴടങ്ങാൻ പോലീസ് ഇത് സെക്ഷൽ അബ്യൂസ് ആണ്, വെർബലി കൂടിയാണെങ്കിൽ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അറസ്റ്റ് തന്നെയാണ് വരിക. കീഴടങ്ങാൻ പോലീസിന് ആവശ്യപ്പെടേണ്ട കാര്യമില്ല. ഒരു കൈ സഹായിച്ച് ഒരു കൈ ഉപദ്രവിക്കുകയും ഇദ്ദേഹം നിങ്ങൾ 75 പെണ്ണുങ്ങളോട് മാന്യമായി പെരുമാറി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സ്ത്രീയോട് ഞങ്ങളുടെ മാത്രം ആളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ സ്ത്രീകളോടും മാന്യമായി പെരുമാറിയാലും ശേഷിക്കുന്ന അല്ല പറഞ്ഞത്. നിങ്ങളിപ്പോ ഞങ്ങൾ ഇവിടെ നിന്ന സമയത്ത് നിങ്ങൾക്ക് എന്തോ ഞങ്ങളിൽ നിന്ന് കിട്ടാനുള്ളത് കൊണ്ട് വന്നു ചോദിച്ചു. അതിനുള്ള മറുപടിയാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത്. മനസ്സിലായോ? ഇത് ഞങ്ങളുടെ ഭാഗമാണ്. നിങ്ങൾക്ക് അതിനോട് യോജിപ്പുണ്ടാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. മനസ്സിലായി? ഞങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞത് എന്റെ ഭാഗമാണ്, അത്രേ ഉള്ളൂ. ഓക്കെ.